ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 25 സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ഭക്തൻ എങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകമായിട്ടും പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത്, യഹോവേ നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന ഞാൻ ലജ്ജിച്ചു പോകരുതേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. അനേക ശത്രുക്കളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണല്ലോ ഇത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ ഇത് തൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെ പറയുന്ന ഒരു കാര്യമാണ്. യഹോവയെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നുള്ളത്. എന്താണ് യഹോവയെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ? വെയിറ്റിംഗ് ഓൺ ദ ലോഡ് എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായിട്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. യഹോവയുടെ സംരക്ഷണത്തിനായി കാത്തിരിക്കുക, യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക, അവൻ്റെ വഴി വിട്ട് വേണ്ടാത്ത വഴികളിൽ ദുഷ്ടവഴികളിലേക്ക് തിരിയാതിരിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് യഹോവയെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ. പലപ്പോഴും നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ചിന്തിക്കും വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണെന്ന്. അതല്ല. യഹോവയെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി യഹോവയുടെ ആ പ്രവർത്തനത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ താൻ നിഷ്ക്രിയനായിട്ട് ഒരിക്കലും ഇരിക്കുന്നില്ല. യഹോവയുടെ എന്താണ് ദൈവം എന്നോട് പറയുന്നത് അത് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് യഹോവയെ കാത്തിരിക്കുന്നവരെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാത്തിരിപ്പ് പല വിധത്തിലുണ്ടെന്ന് നമുക്കറിയാം. അതായത് 130 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. അപ്പോൾ അവൻ്റെ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അവനാണ് യഹോവയെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ട്. ആ വചനത്തോടു കൂടെ ആ വചനത്തിൻ്റെ നിവൃത്തിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ നിവൃത്തിക്കായിട്ട് കാത്തിരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അനുസരണവുമുണ്ട് അവിടെ. അപ്പോൾ ശമൂവേലിനെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യാഗം കഴിക്കാനായിട്ട്. എന്നാൽ കുറച്ച് സമയം കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ക്ഷമ നശിച്ചിട്ട് എന്താ ചെയ്യുന്നത്? തന്നെത്താനെ അങ്ങ് യാഗം കഴിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണോ എന്ന് പോലും ചിന്തിച്ചില്ല. അപ്പോഴാണ് ശമൂവേൽ പ്രവാചകൻ വന്ന് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും മേന്മയുള്ളതാണെന്ന്. അപ്പം വചനമുള്ളിലുണ്ടെങ്കിൽ ആ വചനത്തെ നാം അനുസരിക്കണം. അങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാൽ പല വിധത്തിൽ നമ്മൾ കാത്തിരിപ്പുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മേലിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിലിരിക്കണമെന്ന്. അവർ കാത്തിരുന്നു. എത്ര ദിവസം ഇരുന്നു? 10 ദിവസം അവർ കാത്തിരുന്നു. കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് 3000 പേരാണ് രക്ഷിക്കപ്പെട്ടതെന്ന്. അപ്പോൾ ഈ കാത്തിരിപ്പ് എന്നുള്ളത് നാം ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ്. അതായത് ദൈവഹിതത്തിനായിട്ട് ദൈവവചനം നമ്മളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തെ അനുസരിക്കാനുള്ള ആ മനസ്സോടുകൂടെ വേണം നാം കാത്തിരിക്കേണ്ടത്. അപ്പോൾ ആ കാത്തിരിക്കുമ്പോൾ ആ അനുസരണമെന്നുള്ള പ്രവൃത്തിയുമുണ്ട് നമ്മളിൽ. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് എപ്പോഴാണ്, അല്ലെ ദൈവം എപ്പോഴാണ് ഉത്തരമരുളുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ കാത്തിരിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാത്തിരിപ്പ് നമുക്ക് ചിലപ്പോൾ പ്രയാസമായിട്ട് തോന്നിയേക്കാം. എന്നാലും യെശയ്യാപ്രവചനത്തിൽ എന്താണ് പറയുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതായത് നമ്മൾ ബലഹീനരാകുമ്പോഴും യഹോവയെ നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്.
അപ്പോൾ കാത്തിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി നമ്മളിൽ വന്ന് നാം ബലമുള്ളവരായിട്ട് തീരുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുമെന്നാണ് നമ്മൾക്ക് വചനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പിന്നീട് എന്താണ് ഇവിടെ? അവൻ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നും കൂടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ സൗമ്യതയോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഏറ്റവും സൗമ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് മോശയെ കർത്താവ് വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അത് മോശയുടെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും കർത്താവ് കൊടുത്ത ഒരു അഭിപ്രായമാണ് അത്. മോശയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മോശ ദൈവീക കാര്യങ്ങളിലൊക്കെ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു. കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ കയ്യിലിരുന്ന് ഇതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. എങ്കിൽ തന്നെയും തൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോൾ യഹോവയുടെ പ്രവർത്തനത്തിനായിട്ട് സൗമ്യതയോടെ മോശ കാത്തിരുന്നു. അപ്പോഴാണ് ഇത്രയും സൗമ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ടാണ് കർത്താവ് തൻ്റെ വഴികളെ മോശയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയാണ് പഴയ നിയമ ചരിത്രത്തിൻ്റെ വക്താവായിട്ട് ഏറ്റവും വലിയ പ്രവാചകനായിട്ട് മോശ നിലകൊള്ളുന്നത്. അപ്പോൾ നാം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? യഹോവയ്ക്കായി കാത്തിരിക്കുക, ശക്തിയെ പുതുക്കുക. കർത്താവാണ് ശക്തിയെ പുതുക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.